അടുത്തിടെ കണ്ടതിൽ വെച്ച് ഏറ്റവും ബോറൻ കോമഡി സിനിമ എന്ന് തോന്നിയ ഒന്നായിരുന്നു ഷറഫുദ്ദീന്റെ ദി പെറ്റ് ഡിറ്റക്റ്റീവ്. പ്രമുഖ റിവ്യൂവേഴ്സ് ഒക്കെ ഈ ഒരു പടത്തെ വിശേഷിപ്പിച്ചത് ഷറഫുദ്ദീന്റെ CID മൂസ സെറ്റ് സാധനം ഇങ്ങനെയൊക്കെയായിരുന്നു. അങ്ങനെ നല്ല തള്ളിമറിക്കലുകളും നല്ല PR വർക്കും ഒക്കെ വന്ന ഈ ഒരു പടം നമ്മൾ ഒന്ന് കണ്ടു നോക്കി. പടത്തിന്റെ റിവ്യൂവോ കാര്യങ്ങളോ ഒന്നും അല്ല. പടം കണ്ട പ്രേക്ഷകർ പടത്തെ പറ്റിയുള്ള നിങ്ങളുടെ ജെനുവനായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക. അടുത്തിടെ കണ്ടതിൽ വെച്ച് ഏറ്റവും ബോറൻ കോമഡി സിനിമ എന്ന് തോന്നിയ ഒന്നായിരുന്നു പെറ്റ് ഡിറ്റക്റ്റീവ്. പ്രത്യേകിച്ച് ക്ലൈമാക്സ് സീനിലെ കുറച്ച് സീനുകളൊക്കെ, ആ സീനുകളൊക്കെ കൂടുതലും പ്രേക്ഷകർ പറഞ്ഞത് അവസാനത്തെ 20 മിനിറ്റ് എല്ലാം മറന്ന് ചിരിക്കാനുള്ളത് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നായിരുന്നു. വണ്ടർലായിലെ ആ ലാസ്റ്റ് ഭാഗത്തെ സീനുകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ സത്യത്തിൽ സങ്കടമാണ് തോന്നിയത്. ഒരുപാട് പഴയ പടങ്ങളിലും അല്ലെങ്കിൽ നമ്മൾ പല റീലുകളിലും ഒക്കെ കണ്ട രീതിയിലുള്ള കോമഡികളൊക്കെ, അതായത് വണ്ടർലായിലൊക്കെ പോയിട്ട് ഒരാളുടെ കാലെ പിടിച്ച് വെള്ളത്തിൽ കൂടി ഇങ്ങനെ ചെയിനായിട്ട് പോകുന്ന രീതികളൊക്കെ ഉണ്ടല്ലോ, സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരു വൻപൻ കോമഡി ആയിട്ടാണ് ഈ ഒരു സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ വെറും ബോറായിട്ടാണ് തോന്നിയത്. ആട് സിനിമയുടെ ഫസ്റ്റ് ഭാഗത്ത് ക്ലൈമാക്സ് സീനിൽ വിനായകൻ അടി കിട്ടി റിലേ പോകുന്ന ഒരു സീൻ ഉണ്ടല്ലോ, ആ സെയിം കോമഡിയൊക്കെ ഇവിടെയും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതൊക്കെ കണ്ടു കഴിയുമ്പോൾ വെറും ബോറായിട്ട് തോന്നി. ഈ കഴിഞ്ഞ ദിവസമായിരുന്നു ഈ സിനിമയിലെ കുറച്ച് ഡിലീറ്റഡ് സീനും കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്നത്. ആ സീനുകളൊക്കെ എന്തുകൊണ്ടും, ആ സീനുകളെന്നല്ല ഈ സിനിമ തന്നെ തീർത്തും ഒരു പരാജയമായിട്ടാണ് തോന്നിയത്. എന്നാൽ PR വർക്കിൽ ഈ ഒരു സിനിമ ഒരുപാട് കളക്ഷനും കാര്യങ്ങളും ഒക്കെ നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ വിനയ് ഫോർട്ടിന്റെ സീനുകളൊക്കെ എന്തൊക്കെയാണ് പുള്ളി കാണിച്ചു വെക്കുന്നത് തന്നെ പുള്ളിക്ക് തന്നെ ഒരു ഐഡിയയും ഇല്ല. എന്തൊക്കെയോ കോമാളിത്തരങ്ങളൊക്കെ കാണിച്ചു വെക്കുന്നുണ്ട്. നിഷാന്ത് സാഗറൊക്കെ പെൺവേഷമൊക്കെ കെട്ടി ഓടിച്ചാടി നടക്കുന്ന കുറേ സീനുകളൊക്കെ, റിലേ പോയി നടക്കുന്ന കുറച്ച് കോമഡികളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സിനിമയിലുള്ളത്. പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ വിജയരാഘവന്റെ ആ ഒരു സീനായിരുന്നു. വിജയരാഘവന്റെ ആ ഡോണായിട്ടുള്ള ഒരു സീന് ഇതിലും നല്ല ഗംഭീരമായിട്ടായിരുന്നു നമ്മുടെ ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഡോണായിട്ട് വന്ന ഒരു സിനിമയുണ്ട്, നിങ്ങൾ കണ്ടതായിരിക്കും. അതിന്റെ ഒരു 7 അയലത്ത് പോലും വരാത്ത രീതിയിലുള്ള കോമഡികളും കാര്യങ്ങളും ഒക്കെ ആക്കി ഉൾപ്പെടുത്തിയാണ് വിജയരാഘവനെ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. കോമഡിയാന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെയോ കോപ്രായത്തരങ്ങൾ കാട്ടിക്കൂട്ടി, അല്ലെങ്കിൽ സംഭാഷണത്തിലാണെങ്കിലും എന്തൊക്കെയോ കോപ്രായത്തരങ്ങൾ കാട്ടിക്കൂട്ടി വെച്ചിരിക്കുന്ന ഒരു സിനിമയായിരുന്നു പെറ്റ് ഡിറ്റക്റ്റീവ്. അപ്പൊ സിനിമ കണ്ട പ്രേക്ഷകർ പടത്തെ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ ജെനുവനായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക.